ഡെയിലി നമുക്ക് മഴയില്ലാത്ത സമയത്ത് ആണെങ്കിൽ ഒരു 8, 9, 10 വരെ മാക്സിമം അടിക്കാൻ പറ്റും. ഡെയിലി വരുന്ന ഈ ചെയ്യുന്ന ജോലി ഇഷ്ടമാണോ? ആ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. നമുക്ക് ജീവിതത്തിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സന്തോഷമായി ജീവിക്കാൻ കുടുംബത്തിന് കഴിയുന്ന നിലയിലുള്ളൊരു വരുമാനം. ഞാൻ ജോലി ശീലിച്ചുള്ള അങ്ങനെ ഇരിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാലും പഴയ കടകളിലുള്ള ആൾക്കാരെല്ലാം ഒരേ കടകളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങൾക്കും ഇങ്ങനെ കാശ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും ബിസിനസ് ഒക്കെ ചെയ്ത് അവർക്ക് പരാജയമായതുകൊണ്ടാണ്. ഈ കട നമ്മൾ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇച്ചിരി ചലഞ്ചിങ് ആയിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റിയൽ ലൈഫ് ട്രൂത്ത് ഓർ ഡെയർ ആണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു 30 വയസ്സിന് താഴെയുള്ള നമ്മളെപ്പോലെയുള്ള യൂത്തുകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് എന്ത്, നമുക്ക് ഈ ജോലി കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാലറി കിട്ടുന്നതുമില്ല. പക്ഷേ ഇതേ സമയം നമ്മൾ നോക്കുമ്പം നമ്മുടെ ഫുഡിൻ്റെ കോസ്റ്റ് കൂടുന്നു, നമ്മളെ ട്രാവൽ എക്സ്പെൻസ് മാറുന്നു, പെട്രോളിന് പൈസ കൂടുന്നു, നമ്മുടെ ചുറ്റിനും പല കാര്യങ്ങൾക്കും ഇങ്ങനെ കാശ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പം നമുക്കിപ്പോൾ ഒരു വീട് വെക്കണം. വീടെന്നൊക്കെ പറയുമ്പം പണ്ടത്തെ പോലെയല്ല. ഇപ്പം നമുക്കതൊക്കെ ഒന്ന് സ്വപ്നം കാണണമെങ്കിൽ നമ്മളെ ഒരു നോർമൽ സാലറി വെച്ച് നമുക്ക് അങ്ങനെ ഒരു വീട് സ്വപ്നം കാണാൻ പോലും പറ്റണമെന്നില്ല. നമുക്കൊരു കാറ് മേടിക്കണം, കാറ് കാര്യങ്ങളൊക്കെ ലോണിലൊക്കെ എടുക്കാം. പക്ഷെ എന്നാലും അതും നമ്മളെ സമയത്തുള്ള ഒരു വലിയ മൗണ്ടനാണ് ക്ലൈംബ് ചെയ്യേണ്ട. പക്ഷെ ഇതേ സമയം ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റി എടുക്കുകയാണെങ്കിൽ സിറ്റിയിൽ തന്നെ ഓരോ ആഴ്ചയിൽ 2-3 കടകൾ റോഡ് സൈഡിലും ഒക്കെ ആയിട്ട് തുടങ്ങുന്നത്. ചില കടകൾ പൂട്ടിപ്പോകുന്നുണ്ട്, പക്ഷെ എന്നാലും പല കടകളും വലിയ സക്സസ് ആവുന്നു. അവർ 3 മാസമൊക്കെ കൂടുമ്പോൾ അവരുടെ അടുത്ത ബ്രാഞ്ച് തുടങ്ങുന്നു പലയിടത്തായിട്ട്. ഇവർ തന്നെ കാറ് മേടിക്കുന്നു, വീട് വെക്കുന്നു, ഇവർ കുറേ കാശുണ്ടാക്കുന്നു. അപ്പം ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ ലൈഫ് കമ്പാരിസൺ, ഞങ്ങളൊരു ഡോക്യുമെൻ്ററി സ്റ്റൈലിൽ റിയൽ ലൈഫ് കമ്പാരിസണും ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് വരികയാണെങ്കിൽ ഞാൻ ചെറിയൊരു കണക്ക് ഞങ്ങളിങ്ങനെ കൂട്ടി നോക്കി, അതൊന്ന് കാണിച്ചും കൂടെ തരാം. കിട്ടുന്നുണ്ടോ ബ്രോ? നമുക്ക് നോർമൽ ഒരു ടീ ഷോപ്പ് എടുത്ത് നോക്കാം. ഒരു 10 രൂപയുടെ ഒരു ചായ, 10 രൂപയുടെ സ്നാക്ക്, ഒരു 200 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 200 പേര് വന്ന് ഒരു ചായ കുടിക്കുന്നു വിചാരിച്ചോ ഡെയിലി, അത് 2000 രൂപയായി. 300 സ്നാക്കും ഡെയിലി വിറ്റ് പോകുന്നുണ്ടെങ്കിൽ ടോട്ടൽ എത്ര? 3000. ഇത് ടോട്ടൽ ആഡ് ചെയ്യുമ്പം 5000 ആണ് ഒരു ദിവസം നമ്മുടെ വരുമാനം. കറക്റ്റല്ലേ? നീ കൂടെ എന്തെങ്കിലും വേണേൽ പറഞ്ഞോ. ഇതൊരു മാസമായിട്ട് നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ 30 days ആകുമ്പം ഇത് 1.5 ലക്ഷം രൂപയാവുകയാണ്. നമുക്കിതിൻ്റെ കോസ്റ്റ് ചുമ്മാ ഒന്ന് കൂട്ടി നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര? ഒരു മിനിമം ഒരു 1 lakh പോട്ടെ, 1.5 lakh എന്ന് തന്നെ വെച്ചോ. പിന്നെ ഷോപ്പിൻ്റെ റെന്റ് വരും, റെന്റ് ഒരു 20,000 പെർ മന്ത്. പിന്നെന്താ ചിലവ് വരുന്നത്? പിന്നെ മെയിൻ്റനൻസ്, പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വരുമല്ലോ. എല്ലാം കൂടെ ചേർത്തൊരു മാസം ഒരു 4000 രൂപ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഇതിൽ ഒരു കടയിൽ വരുന്ന ഏറ്റവും വലിയ ചിലവെന്ന് പറയുന്ന ഒരു സ്റ്റാഫിന് സാലറിയാണ്. സ്റ്റാഫ് നമ്മളൊരു പോട്ടെ 3 സ്റ്റാഫ് എന്ന് തന്നെ വിചാരിച്ചു, ഒരാൾക്ക് 15,000 രൂപ വെച്ച് നമുക്ക് ടോട്ടൽ ഒരു 45,000 സാലറി പെർ മന്ത് വരുന്നുണ്ട്. പിന്നെന്താ ചിലവായിട്ട് വരുന്നത് ഒരു കടയിൽ? ഇത്രയും തന്നെ മെയിനായിട്ട് വരുന്ന, ഇത്രയും തന്നെ. ഇതൊന്ന് ചുമ്മാ കൂട്ടി നോക്കി. ഇത് നമ്മൾ കൂട്ടുന്നില്ല, ഇത് മാത്രം ഒന്ന് കൂട്ടി നോക്കുക. 65, 69. ഇൻവെന്ററി കൂട്ടിയില്ല. പിന്നെ നമുക്ക് ഒരു മന്തിൽ തന്നെ നമുക്ക് റോ മെറ്റീരിയൽ കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു 25 ആയിട്ട് കൂട്ട് ഒരു മാസം. അപ്പോൾ എത്രയായി? 70, 90, 94. ഒരു മാസം ഏകദേശം 94,000 രൂപ എന്ത് ചിലവ് വരുന്നുണ്ട് ഈ പറയുന്ന ഒരു കടയ്ക്ക്, ഇത് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഒന്ന് കൂട്ടി നോക്കാം. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂട്ടി വരുമ്പോഴത്തേക്ക് ഏകദേശം 56,000 രൂപ വരും. പോട്ടെ, 6,000 രൂപ എക്സ്ട്രാ എന്തെങ്കിലും മിസ്സലേനിയസ് ആയിട്ടുള്ള ചിലവായിട്ട് പോട്ടെ, എന്നാലും 50,000 രൂപ എന്ത് നമുക്ക് എല്ലാ ചിലവും പോയിട്ട് ഒരു മാസം വരുമാനം വരുന്നുണ്ട്. ഇനി നമുക്ക് ചുമ്മാ ഒരു ഡിഗ്രി കമ്പയർ ചെയ്ത് നോക്കാം. ഒരു ബിടെക് ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് 4 ഇയർ കോഴ്സാണ് അല്ലേ? ഈ കോഴ്സിൽ ഇപ്പോൾ ഒരു ഇയറിൽ തന്നെ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ ചിലവ് വരും. അത് 4 വർഷം ആകുമ്പോഴത്തേക്ക് എത്ര? 6 ലക്ഷം രൂപയാണ് കോസ്റ്റായിട്ട് വരുന്നത്. ഇത് ചിലപ്പോൾ ട്യൂഷൻ ഫീസൊക്കെ മാത്രമേ കാണത്തുള്ളൂ ചില കോളേജിലൊക്കെ. ഇപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഹോസ്റ്റലിലേക്കാണെങ്കിൽ ഹോസ്റ്റല്, പിന്നെ ഫുഡ്, ട്രാവൽ, ഇപ്പം അവിടെയൊക്കെ നിൽക്കുന്ന
സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രാവലിങ്ങിനൊക്കെ ഒരു കോസ്റ്റ് വരും. ഇതെല്ലാം പോട്ടെ, 6 ലക്ഷം രൂപ എന്തോ ഒരു ബിടെക് കോഴ്സ് കഴിയാൻ. ബിടെക് കഴിഞ്ഞ ഒരു ഫ്രഷർ, ഞാൻ പറയുന്ന നോർമൽ ഒരു മെജോറിറ്റി ഫ്രഷറിനും കിട്ടുന്നത് ഒരു 20,000 രൂപയൊക്കെ സാലറി കാണത്തുള്ളൂ. ഇത് ഒരു വർഷം ആകുമ്പോഴത്തേക്ക് ഏകദേശം 2,40,000 രൂപയാവുന്നു. നമുക്ക് ഈ പറയുന്ന ഇത് പ്രോഫിറ്റ് ആണ് കേട്ടോ, ഇത് നമുക്ക് ആർക്കും കൊടുക്കുകയോ ഒന്നും വേണ്ട. പക്ഷേ ഇപ്പോൾ 1 രൂപ പോലും നമ്മളൊരു മാസം ചിലവാക്കുന്നില്ല എന്നുള്ളൊരു കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ബ്രേക്ക് ഈവൻ ആവാൻ, എന്ന് വെച്ചാൽ ലാഭമോ നഷ്ടമോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ആവാൻ ഏകദേശം 6 വർഷം നമുക്ക് സമയമെടുക്കും. കാരണം 4 വർഷം നമ്മൾ പഠിക്കുന്ന സമയം നമുക്ക് ആരും പൈസ ഒന്നും തരത്തില്ല, നമ്മൾ പഠിത്തത്തിലാണ്. അത് കഴിഞ്ഞൊരു 2 വർഷം കൂടെ എടുക്കുമെന്ന് ഏകദേശം ഈ പറയുന്ന 6 ലക്ഷം രൂപ തിരിച്ചെടുക്കാൻ. കറക്റ്റല്ലേ? യാ, ഇത് ഒരു പോലും ചിലവാക്കിയില്ലെങ്കിലാണ്, ഞാൻ ഒരു റഫ് എസ്റ്റിമേറ്റ് ഇടുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പം ഒരു ടീ സ്റ്റോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു വർഷം നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് ഒരു 50,000, 6 ലക്ഷം രൂപ എന്ത് ഫസ്റ്റ് ഇയർ തന്നെ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക് ഈവൻ ആവാൻ തന്നെ ഏകദേശം 6 വർഷം എടുക്കുകയാണ്. പിന്നെ ഒരു 10% ആനുവൽ ഗ്രോത്ത് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോ. ഈ പറയുന്ന ബിടെക് ഡിഗ്രിക്ക് നമുക്കൊരു 10% ആനുവൽ ഗ്രോത്ത് ഉണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പോട്ടെ, ഒരു മാസം 5,000 അല്ല ഒരു വർഷം 5,000 വെച്ച് കൂടുന്നെന്ന് വിചാരിച്ചോ. ഏകദേശം 10 വർഷം എടുക്കും നമുക്ക് ഒരു 70,000 സാലറിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. അപ്പം അതേസമയം ഇപ്പോഴത്തെ ഒരു സ്നാക്ക്, ഇപ്പം ഞാൻ ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്, ഇതേ സമയം ഒരു 10 വർഷമൊക്കെ ആകുമ്പം ഈ ചായക്കട പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് പലതരത്തിലുള്ള ഫ്രീഡം, ഇവർക്ക് വേണമെങ്കിൽ ഇവരുടെ ഈ ഒരു കട പല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം. പലതരത്തിലുള്ള ലൈഫ് ഇമ്പ്രൂവ്മെന്റ്സും ഈ പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടാവും. ഇവിടെ ഡെയിലി എങ്ങനെയാണ് കച്ചവടം നടക്കുന്നത്? ഡെയിലി എത്ര രൂപ വരെ വരും? 2 മാസമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. സർക്കാരിൻ്റെ കീഴിലുള്ള കെൽപ്പാമിൻ്റെ ഒരു ബങ്കാണിത്. ഇടം നൊങ്ക് ബങ്ക് എന്നാണ് അതിൻ്റെ പേരുള്ളത്. അതായത് നൊങ്ക് ഐറ്റങ്ങൾ, നൊങ്ക് സർബത്ത്, അതിൻ്റെ നൊങ്കിൻ്റെ തന്നെ പലവിധ ഫ്ലോറുകളുള്ള കോളകൾ ഒക്കെ ആയിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ തണ്ണിമത്തൻ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്, അങ്ങനെയുള്ള പല ഐറ്റങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കുന്നു. ഞാൻ ചോദിച്ചില്ലേ ചേട്ടന്, ഡെയിലി ഒരു എത്ര രൂപ വരെ വരുമാനം കിട്ടുന്നുണ്ട് ഈ കടയിൽ നിന്നിട്ട്? ഡെയിലി നമുക്കിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. 1,000 രൂപയ്ക്കകത്തുള്ള കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഡെവലപ്പായി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. വരുമാനം കുറവാണ്. സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്, എടുത്തിട്ട് മറിച്ച് അവർക്ക് കൊടുക്കാനുള്ളതേ കിട്ടത്തുള്ളൂ. നമുക്ക് തുച്ഛമായിട്ട് കിട്ടുള്ളൂ. കൂടിപ്പോയി 600-500 കിട്ടത്തുള്ളൂ. ഇപ്പോഴത്തെ ഡെയിലി ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുള്ളൂ. പിന്നെ കുറേ പിക്മിയോ കളക്ഷനായിട്ട് വരുമാനം അത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഈ കടയിൽ വാടക കാര്യങ്ങളൊക്കെ വാടക മാസം 12,000 രൂപ. വളരെ തുച്ഛമായ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ കുറച്ച് പൈസ കിട്ടിയെങ്കിലും പിന്നീട് അത് കുറഞ്ഞു. അറൗണ്ട് ഒരു 3,500 to 4,000 കച്ചവടം നടക്കുന്നുണ്ട്. ഡെയിലി നമുക്ക് മഴയില്ലാത്ത സമയത്ത് ആണെങ്കിൽ ഒരു 8, 9, 10 വരെ മാക്സിമം അടിക്കാൻ പറ്റും. ഡെയിലി 10 കോപ്പി ഉണ്ട്, 10 കോപ്പി സെല്ലുണ്ട്. എത്ര രൂപയായിട്ട് എന്നാലും ഒരു ഉദ്ദേശം? 10,500 ഒരു ദിവസം. ചേട്ടാ, ഈ കടയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വന്നത്? ഇത് തുടങ്ങാനായിട്ട് നിങ്ങളൊരു പ്രചോദനം എന്തായിരുന്നു? തുടങ്ങാനിത് സർക്കാരിൻ്റെ ഈ ഭിന്നശേഷി കോർപ്പറേഷൻ്റെയും കെൽപ്പാമും ചേർന്നുകൊണ്ട് അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയ ഒരു പദ്ധതിയാണിത്. ആ പദ്ധതിയിൽ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ചതാണിത്. ഇത് തുടങ്ങിയതെന്ന് വെച്ചിരുന്നാൽ ഇത് എൻ്റെ കടയല്ല യഥാർത്ഥത്തിൽ. ഇതിൻ്റെ ഓണർ വേറെ ഉണ്ട്. സ്റ്റാഫായിട്ട് അത് ഞാനൊരു ജ്യൂസ് കടയിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഒരു കട ജോലിക്ക് ആദ്യം ഉണ്ടായിരുന്നു. അപ്പം മാറി നിന്നപ്പോൾ അവിടെ ജ്യൂസും മലക്കറി ഉണ്ടായിരുന്നു. അപ്പം മലക്കറിയോട് സെറ്റ് ചെയ്ത് അപ്പോൾ അത് പഠിച്ചു വന്നു. അതങ്ങനെ വന്നപ്പോൾ കസ്റ്റമർ ഒരുപാട് കിട്ടി. അപ്പം അങ്ങനെ നിന്ന് മാറി സ്വന്തമായിട്ട് ചെറിയ കട തുടങ്ങി. ഞാനൊരു 8-9 വർഷം കൊണ്ട് ജ്യൂസ് മേക്കറാണ്. ആ ഒരു ഇത് വെച്ച് എനിക്കിങ്ങനെ ഒരു ഷോപ്പ് ഇടണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തതാണ്. ഞാൻ അവൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അവൻ വിളിച്ചു. അപ്പോൾ നമുക്ക് വേറെ ഒരു കടയിൽ നിന്ന് പരിചയമുണ്ട്. പിന്നെ അങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. പിന്നെ അത്യാവശ്യം സെയിലുണ്ട്. ഓരോ ദിവസം തന്നെ നല്ല സെയിൽ വരുന്നുണ്ട്. മഴയാണ് പ്രശ്നം. മഴ വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഞാനാണ് ഇതിന് മുന്നേ 2 ജോലിക്ക് പോയി ആ ഒരു കൈൻഡ് ഓഫ് സംഭവം
സെറ്റാവുന്നില്ല. സോ ബിസിനസ്സിലോട്ട് തിരിയാന്ന് വിചാരിച്ച് ബിസിനസ്സിലോട്ട് വന്നേ. ഇവിടെ നല്ലല്ലോ, വേറെ സ്ഥലത്ത് നല്ലേ. എങ്ങനെയാണ് ഈ ജോലി കറക്റ്റ് ഇവിടെ വന്നത്? ये जोली काट चल मेरा चल उतना चल नहीं है, कमटी है. ये जोली पूरा चले. വേറെ വന്നിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് അതൊക്കെ പരാജയമായോണ്ടാണ് ഈ കട നമ്മൾ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അപ്പൊ കുഴപ്പമില്ല, ബിസിനസ് നടന്നുണ്ട്, കസ്റ്റമർ നല്ല ഡീലിംഗ് ആണ്. അല്ല, ഞാൻ ചോദിച്ചത് കട തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് വെച്ചാൽ ഇവിടേക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ കോർപ്പറേഷന്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ചലഞ്ച് ആയിട്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ചലഞ്ചാണല്ലോ. അപ്പോൾ ഏത് ഫീൽഡ് തിരഞ്ഞെടുക്കുന്നോ അതൊരു ചലഞ്ചായി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിനകത്തുള്ള പ്രയാസങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പ്രയാസങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട്. ഏത് തൊഴിലിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത് നേരിടുക എന്നുള്ളതാണ്. നമുക്കുള്ള പരിമിതികളെല്ലാം ഉണ്ടെങ്കിലും ഏറ്റെടുത്ത ദൗത്യമെന്ന് പൂർത്തീകരിക്കുക. നമുക്ക് ജീവിതത്തിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സന്തോഷമായി ജീവിക്കാൻ കുടുംബത്തിന് കഴിയുന്ന നിലയിലുള്ളൊരു വരുമാനം, അത് നല്ല നിലയിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആർക്കും ഒരു ദോഷം വരാത്ത നിലയിൽ ജീവിക്കുക. അതിനുള്ള ചെറിയ വരുമാനമായെങ്കിലും സന്തോഷമായിട്ട് പോകുക എന്നുള്ളതാണ്. ചലഞ്ചായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത കട തന്നെയാണ് ചലഞ്ചതോ അവിടുത്തെ ജ്യൂസ് മേക്കർ. അല്ലാതെ നമുക്ക് അങ്ങനെ വലുതായിട്ട് ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. മഴയാണ് ഏക ബില്ല്, അതാണ് ഏറ്റവും വലിയ. കസ്റ്റമറെ പിടിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഇത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും അത്? അതെന്തുകൊണ്ടാന്ന് വെച്ചാലും പഴയ കടകളിലുള്ള ആൾക്കാരെല്ലാം ഒരേ കടകളിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അതൊരു മാറ്റം അവർക്ക് അനിവാര്യമായി വരുമ്പോഴത്തേക്കാണ് അവരിങ്ങോട്ടൊക്കെ വരുന്നത്. അങ്ങനെ ചലഞ്ചസ് എന്ന് പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സ്റ്റാഫ്സ് ഒന്നും പെർമനൻ്റ് ആവുന്നില്ല. ഒരു 3 ദിവസം നിൽക്കും, 4-ാം ദിവസം പോയി കളയും. അപ്പോൾ എനിക്കാന്നേലും വേറെയും ബിസിനസ് ഉണ്ട്, ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇച്ചിരി ചലഞ്ചിങ് ആയിരുന്നു. ഒരു പെർമനൻറ്റ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വെച്ചാൽ നമുക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ വന്നാൽ പോകുന്ന രാത്രി മണിക്കാണ്. പിന്നെ കസ്റ്റമർ വരുന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് കുറേ കസ്റ്റമറുണ്ട്, അവർ വന്ന്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ലാതെ. ഇപ്പോൾ സ്കൂളോടൊപ്പം ശകലം ബിസിനസ് ഡള്ളാണ്. തുടങ്ങി കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ലതായിട്ട് വരും തോന്നുന്നു. ഈ കടയിൽ നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഹാപ്പി തന്നെ, ഹാപ്പിയുണ്ട്, രണ്ടുമുണ്ട്. ഇല്ലെന്ന് പറയാം, ജീവിക്കണ്ടേ. രണ്ടും ഹാപ്പിയും ഉണ്ട്, വിഷമവും കാണും. ഇത്തിരി പാടുണ്ട്, കഷ്ടമുള്ള പാടാണ്. സ്വന്തമായിട്ട് കടയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മറ്റുള്ള കടയിൽ ജോലി നിന്നിട്ട് ശമ്പളം വെച്ചിട്ടുണ്ടാതെ പോകാം, ഫ്രീഡമായിട്ട് അങ്ങ് പോകാം. ഇവിടെ അങ്ങനെയല്ലല്ലോ. സ്വന്തമായിട്ട് നിന്ന സാധനം വാങ്ങിച്ചിടണം, മറിച്ചിടണം, എല്ലാ ബുദ്ധിമുട്ടായ വിഷമങ്ങൾ വരും, ടെൻഷൻ കാണും, എല്ലാം കാണും. സ്വന്തമായിട്ട് ഇടുമ്പോൾ അങ്ങനെയൊക്കെ വരും, സംഭവിക്കും. എന്നാലും കുഴപ്പമില്ല, ദൈവത്തിൻ്റെ പണി കൊണ്ട് അങ്ങനെ പോകുന്നു, അത്രയും പറയാം. കുഴപ്പമില്ല, ഇതുവരെ കുഴപ്പമില്ല, സന്തോഷമായി പോകുന്നു, കുഴപ്പമില്ല. ഞാൻ സന്തോഷമാണ്. ഈ ചെയ്യുന്ന ജോലി ഇഷ്ടമാണോ? हाँ ഹാപ്പിയാണ്. आप यहाँ मालूम नहीं है. ഈ പണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇടമായാലും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയോ കീഴിൽ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ സ്വന്തമായിട്ടൊരു സ്ഥാപനമൊക്കെ ഇടുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഫ്രീഡം കിട്ടും. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി. നിങ്ങൾക്ക് ഇതിലും വലുതായിട്ട് ഇഷ്ടമുള്ള ഒരു ജോലി ഞാൻ തരികയാണെന്ന് വിചാരിച്ചോ. പക്ഷെ സാലറി 20,000 രൂപ കാണത്തുള്ളൂ, മാസം 20,000 രൂപ വരുമാനമുള്ളൂ. നിങ്ങൾ ഈ ജോലി കണ്ടിന്യൂ ചെയ്യോ അതോ ഞാൻ ഈ പറഞ്ഞ ജോലി ചൂസ് ചെയ്യൂ? നമുക്ക് വേറൊരു ജോലിക്കാലും ഏറ്റവും സമാനമുള്ള ജോലി ഇതാണ്. എൻ്റെ പ്രൊഫഷനും പാഷനും ഇതാണ്, അതുകൊണ്ട് ഞാൻ ഇത് വിട്ട് ഒരിടത്തും പോവേയില്ല. ഞാൻ മുമ്പ് ജ്വല്ലറിയിലായിരുന്നു വർക്ക് ചെയ്ത്, അതിനുശേഷമാണ് ഇതിലോട്ട് ഇപ്പോൾ കയറിയത്. ഇപ്പൊ കുഴപ്പമില്ല, വരുമാനമുണ്ട്, ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ല, നമുക്കിപ്പോൾ ഇതൊരു സന്തോഷമായൊരു വർക്കായിട്ട് കാണുന്നത്. കാരണം ഇത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും ഒരു സേവനമായിട്ടും ഒക്കെ കാണുന്നതുകൊണ്ടാണ് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തത്. എനിക്ക് വേറെ ആരെങ്കിലും കീഴിൽ പോയി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് കൂടുതൽ താല്പര്യം. ഇനി എന്തായാലും പ്രായം ഒരുപാടായി, ഇനി ഒരു ജോലിയിലേക്കുള്ള പോക്കില്ല. ഇതോടുകൂടി അവസാനിപ്പിക്കരുത്. അങ്ങനെ എടുക്കത്തില്ല. അങ്ങനെ എനിക്ക് ഒരിടത്ത് ഇരുന്ന് ചെയ്യുന്ന ജോലി ഇഷ്ടമല്ല. എനിക്ക് ഞാൻ ജോലി ചെയ്ത് ശീലിച്ചുള്ള എനിക്ക് അങ്ങനത്തെ ഇരിക്കത്തില്ല, അങ്ങനത്തെ ഉള്ളതാണ്. ഇതും കൂടെ പിടിച്ചോ. ഈ കണക്കുകൾ കൊണ്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത് നല്ലതോ ഇത് നല്ലതെന്നോ ഒന്നുമല്ല. ഇത് പലരുടെയും പേഴ്സണൽ ഒപ്പീനിയൻ, അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്,